ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് ഏറ്റവും മികച്ച മാർക്കറ്റ് ഏതാണ്? എല്ലാവർക്കും ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണ്? പെട്ടെന്ന് പ്രോഫിറ്റ് കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ മുടക്കുന്ന പൈസ ഭയങ്കര കുറവാണ്, കിട്ടുന്ന പ്രോഫിറ്റ് ഭയങ്കര വലുതും ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റിലും പോയി ഈ ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഏതൊക്കെ മാർക്കറ്റിലാണ് ഓപ്ഷൻ ബൈ ചെയ്യാൻ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മാർക്കറ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർക്കറ്റ് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിഫ്റ്റി 50 ബെയറിഷ് ആയിരുന്നു, ഇപ്പോൾ ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇതൊരു ഡെയിലി ക്യാൻഡിൽ ചാർട്ടാണ് ഞാനിപ്പോൾ നിഫ്റ്റി 50യുടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഏകദേശം ഏപ്രിൽ 8 മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് പോയി നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട്. പലരും സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പലരും സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അതായത് സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഇഷ്യൂ അവിടെ ഭയങ്കരമായിട്ട് വരും എന്നുള്ളതാണ്. ഒരു സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ ബൈ ചെയ്തു, അപ്പം നമ്മൾ ബൈ ചെയ്തു, നമുക്ക് വിചാരിച്ച പോലെ കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയി, നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. നമ്മളിത് വിറ്റാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിങ്ങനെ സ്റ്റോക്ക് ഓപ്ഷൻ കയ്യിലെടുത്ത് വെച്ച് പ്രോഫിറ്റായി ഇത് വിൽക്കാനായിട്ട് നോക്കുമ്പോൾ, ഇത് വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് തിരിച്ച് ബൈ ബാക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് വിറ്റ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സ്റ്റോക്ക് ഓപ്ഷനിൽ ഇങ്ങനെ ബൈ ബാക്ക് ചെയ്യാനായിട്ട് ആളുകൾ വളരെ കുറവായിരിക്കും. അതാണ് ഇവിടെ ലിക്വിഡിറ്റി ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ നമ്മുടെ കയ്യിലിരിക്കുകയാണ്, നമുക്കിത് എത്ര കണ്ട് എക്സിറ്റ് ചെയ്യുമ്പോഴും ഇത് എക്സിറ്റ് ആവാതെ വരുമ്പോൾ നമ്മൾക്ക് അത് ലോസിലേക്ക് പോവുകയും ലാസ്റ്റ് ബ്രോക്കർ സെറ്റിൽമെൻറ്റിലേക്ക് പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലോസിലേക്ക് വരുമ്പോൾ, ഒരുപാട് ലോസ് വരുമ്പോൾ നമ്മുടെ ബ്രോക്കർ നമ്മൾ വിളിക്കുകയും അതുപോലെ തന്നെ നമുക്ക് പെനാൽറ്റി ഒക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇൻഡെക്സ് ഓപ്ഷനിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. അതായത് ലിക്വിഡിറ്റി ഇഷ്യൂ ഇൻഡെക്സ് ഓപ്ഷനിൽ ഇല്ല എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇൻഡെക്സ് ഓപ്ഷൻ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നിങ്ങൾ സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യും നിങ്ങളുടെ എക്സ്പീരിയൻസ്, നമുക്കറിയാം. ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ ഇൻട്രാഡേ ആണ് ഏറ്റവും നല്ലത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് പൊസിഷൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രി അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസ് ഓപ്പണിംഗ് വരുമ്പോൾ നമ്മുടെ പൊസിഷനിൽ ചിലപ്പോൾ വലിയ പ്രോഫിറ്റ്സ് കാണാം, ചിലപ്പോൾ വലിയ ലോസും കാണാം. അവിടെ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്സ് ഈ പറയുന്ന പോലെ ഓപ്ഷൻ ട്രേഡേഴ്സിന് പണി തരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും 3 മിനിറ്റ് ടൈം ഫ്രെയിം അല്ലെങ്കിൽ 50 മിനിറ്റ് ടൈം ഫ്രെയിമാണ് കുറച്ചുകൂടി ആപ്റ്റ്. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ തന്നെ മാർക്കറ്റ് നമുക്ക് എടുത്ത് നോക്കാം. മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓപ്ഷൻ ബൈയേഴ്സിന് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉള്ളൂ. അല്ല, മാർക്കറ്റ് സൈഡ് വേസ് ആണ്. ഇപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്നലത്തെ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 26-ാം തീയതിയിലത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടോ, ഫസ്റ്റ് ക്യാൻഡിൽ അത്യാവശ്യം നല്ലൊരു വോളിയം ക്യാൻഡിലാണ് വന്നത്. മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയി. ഞാൻ ഇതിനകത്ത് ADR എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ADR ലെവൽസ് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഡെക്സുകളിൽ വർക്ക് ആവുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ADR ലെവൽസ് ഇങ്ങനെ കാണുന്നതാണ് ADR ലെവൽസ് എന്ന് പറയുന്നത്. കണ്ടോ, മാർക്കറ്റ് ഇപ്പോൾ ഫസ്റ്റ് ഒരു വലിയ ക്യാൻഡിൽ വന്ന് ADR എത്തി. ADRൽ ഓൾറെഡി ഒരു റിവേഴ്സ് ഉണ്ടാവുമെന്ന് ഏകദേശം ഒരു ഐഡിയ നമുക്കുണ്ട്. അപ്പോൾ എന്താണ് ADR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് ഡേ റേഞ്ചാണ്. അതായത് ലാസ്റ്റ് 45 ഡേയ്സിൻ്റെ ഹൈഡ് ആവറേജും അതാണ് ഈ മോളിൽ കാണുന്ന മെറൂൺ ലൈൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് 45 ഡേയ്സിൻ്റെ ലോഡ് ആവറേജുമാണ് ഈ താഴെ കാണുന്ന ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് ADR. ഇത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹൈഡാവും. നമുക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇത് അൺഹൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ADR എത്തിക്കഴിഞ്ഞാൽ ഒരു റിവേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് റിവേഴ്സായി. അപ്പോൾ മാർക്കറ്റ് ഡേ ലോയിൽ, അതായത് ഫസ്റ്റ് ക്യാൻഡിൻ്റെ ലോയിൽ ഏകദേശം സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കണ്ട സൈഡ് വേസ് ആയിട്ട് അവിടെ തന്നെ മാർക്കറ്റ് കിടന്ന് അക്യൂമുലേറ്റ് ചെയ്യാനോ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. മാർക്കറ്റ് സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് ഉള്ളത് എങ്കിൽ, അതായത് മാർക്കറ്റ് എങ്ങും അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ് എങ്കിൽ ബൈയേഴ്സിന് പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള ട്രേഡ്സും ആ ഒരു ഏരിയയിലില്ല. അപ്പോൾ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ് എന്ന് വിചാരിച്ച് ഈ ഒരു ലെവലിൽ കോൾ എടുത്ത ആളുകൾക്ക് ലോസ് ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് ഒരു പുട്ടെടുത്ത ആളുകൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് സാധിക്കും. അതർവൈസ് ഒരു ട്രേഡും തന്നെ ഈ ഒരു മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി ഇന്നത്തെ മാർക്കറ്റ്, അതായത് 27th മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലായിരുന്നു, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, റെഡ് ക്യാൻഡിൽ വന്നു, മാർക്കറ്റ് താഴത്തേക്ക് വന്നു. ADR ലെവലിൽ മാർക്കറ്റ് അടിച്ച് നിന്നു. പക്ഷേ ADR ലെവൽ ബ്രേക്ക് ചെയ്തു. പക്ഷേ നല്ലൊരു അക്യൂമുലേഷൻ അവിടെ നിന്ന് വന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് രാവിലെ തന്നെ നല്ലൊരു ബ്രേക്ക് ഔട്ട് ഈ ഒരു ലെവലിൽ തന്നു. അപ്പോൾ ഈ ഒരു ലെവലിൽ നല്ലൊരു സ്പൈക്ക്, കോൾ പ്രീമിയം നല്ലൊരു സ്പൈക്ക് അടിച്ചു. അതിനുശേഷം ADR ലെവൽ എത്തിയില്ല. എത്തുന്നതിന് മുമ്പ് തന്നെ
അവിടെ നിന്ന് ഒരു ഇൻവേർട്ടഡ് ഹാമർ വരികയും അവിടെ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. വീണ്ടും മാർക്കറ്റ് ലാസ്റ്റ് ഒരു 2.20 ആയപ്പോഴേക്കും ഗ്രാബ് ചെയ്ത് ചെറിയൊരു അപ്സൈഡ് കാണിക്കുകയും ആ ഒരു ഏരിയയിൽ ADR ലെവലിൽ വന്ന് നിന്ന് നല്ലൊരു ക്ലോസ് നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓവർനൈറ്റ് പൊസിഷൻ നമ്മൾ വെക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പണിംഗ് മേ ബി ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ആയിരിക്കാം. ഇപ്പം ഞാനൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിലും എന്തെങ്കിലും ന്യൂസസ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റ് പെർഫോം ചെയ്യാം. അപ്പോൾ നാളെ ചിലപ്പോൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിട്ടായിരിക്കും മുകളിലോട്ട് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഓവർനൈറ്റ് പൊസിഷൻ നാളെ രാവിലെ നോക്കുമ്പോൾ എൻ്റെ ലോസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് കറക്റ്റ് വ്യൂ ഇല്ലാതെ ഞാനത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ DK എഫക്റ്റ് എൻ്റെ പ്രീമിയത്തിൽ വരിക. അതായത് പ്രീമിയം കുറേശ്ശെ കുറയും. നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് മുകളിലോട്ട് പോയില്ലെങ്കിൽ പ്രീമിയം കുറഞ്ഞ് ഒരു DK എഫക്റ്റ് ഇതിൽ വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ഇനി ഓവറോൾ ഒരു ട്രെൻഡി മാർക്കറ്റ് ആണെങ്കിൽ മാത്രമാണ് മാർക്കറ്റിൽ ഓപ്ഷൻ ബയേഴ്സിന് ഒരു പ്രോഫിറ്റബിൾ ഡേ ആയിട്ട് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ട്രേഡ് ഇല്ല എങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി തന്നെ ഇരിക്കുക. ഇപ്പോൾ അതിന് മുന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഒരു 9:15 ഓപ്പൺ ആയി. ചെറിയൊരു റെഡ് ക്യാൻഡിലാണ് വന്നത്. പക്ഷേ മാർക്കറ്റ് ആ ഹൈ ബ്രേക്ക് ചെയ്ത് ADR ലെവലിൽ വന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തു. പക്ഷേ വീണ്ടും ബയേഴ്സ് കയറുകയും നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് മാർക്കറ്റ് തന്നു. പക്ഷേ വീണ്ടും സൈഡ് വൈസ് ആയിട്ട് അതായത് ബയേഴ്സിന് അത്രേ ഉള്ളൂ ട്രേഡ്. പിന്നെ സൈഡ് വൈസ് ആണ്. പിന്നെ നമുക്ക് ട്രേഡ്സ് ഇല്ല. പിന്നെ അന്ന് ട്രേഡ് ആ ഒരു ലെവല് അങ്ങനെ നിന്ന് മാർക്കറ്റ് DK വരികയാണ് ചെയ്യുന്നത്. അതായത് പ്രീമിയം DK ആണ് വരുന്നത്. ഇനി അതിന് മുന്നത്തെ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ കണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാർക്കറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഓപ്ഷൻ ബൈയിങ്ങിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ കണ്ടിന്യൂസ്ലി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിങ് എന്താണെന്ന് പക്കയായിട്ട് പഠിക്കുക. ഈ DK എഫക്റ്റ് എന്താണെന്ന് പഠിക്കുക. അതായത് നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് പോയില്ല എങ്കിൽ ഈ പ്രീമിയം വെറുതെ നിന്ന് ഈ ഐസ് മെൽറ്റ് ആവുന്ന പോലെ മെൽറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്ട്രൈക്ക് പ്രൈസിൻ്റെ പ്രീമിയം കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 80 രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി 20 രൂപ എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രീമിയം DK. അതായത് മാർക്കറ്റ് എങ്ങും പോവാതെ അവിടെ തന്നെ നിൽക്കുന്നതോറും ഈ പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 100 രൂപയുടെ ചാൻസ് ചിലപ്പോൾ 150, 130, 120, 200 ഒക്കെ ആയിട്ട് ഈ പ്രീമിയം മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബിഗിനേഴ്സിന് ഈ ഒരു പ്രീമിയം DKനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിനെ ബ്ലെയിം ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഈ DKനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ അറിയുക. 3 മിനിറ്റ് ടൈം ഫ്രെയിം ഇട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ട്രെൻഡി മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ട്രേഡിംഗ് വർക്ക് ആവുന്നത്. അത് ബുള്ളിഷ് ആയിക്കോട്ടെ ബെയറിഷ് ആയിക്കോട്ടെ മാർക്കറ്റ് ട്രെൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റിലൊരു ഓപ്ഷൻ ബൈയിങ്ങിൽ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അല്ല സൈഡ് വൈസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രോഫിറ്റ് ഓപ്ഷൻ ട്രേഡിങ് നമുക്ക് കിട്ടില്ല. എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എക്സ്പയറി ഡേ വരെ സമയമുണ്ടല്ലോ, നമുക്ക് അത്രയും നാളത്തേക്ക് വെക്കാലോ എന്നുള്ളത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ എക്സ്പയറി ഡേയുടെ അന്ന് മൂവ്മെൻറ്റ് വന്നാലും വലിയ ബ്ലാസ്റ്റ് ആയിട്ടുള്ള ബ്രൂട്ടൽ മൂവ്മെൻ്റ് ഒക്കെ വന്നാലാണ് നമുക്കത് പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഈ DK കാരണം നമ്മൾ വിചാരിച്ചൊരു പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അതും നിങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ട്രെൻഡി മാർക്കറ്റ് ആണോ എന്നൊക്കെ എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ത്രൂ എക്സ്പീരിയൻസ് മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല സക്സസ് ആയിട്ടുള്ള ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല ഇൻഡിവിജ്വലി നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാം, കുറച്ച് പൈസ ഇട്ടെന്നൊക്കെ വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ഒരു പെർഫോമൻസ് അത് കാണിക്കണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ നിന്ന് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നിങ്ങളുടേതായ പരീക്ഷണങ്ങൾ നടത്തി നഷ്ടം വരുത്തി അതിൻ്റെ ഒരു കോൺഫിഡൻസ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് ആവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് നോക്കി മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഈ നിഫ്റ്റി ഇൻഡെക്സ് ചാർട്ട് അല്ലാതെ നമുക്കൊരു നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടും കൂടി കിട്ടും. അപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ട് എന്ന് പറയുന്നത് നിഫ്റ്റി FUT എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ S&P CNX നിഫ്റ്റി ഇൻഡെക്സ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ചാർട്ട് കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ചാർട്ടും കൂടി നിങ്ങൾ ഒന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാർട്ട് കുറച്ചുകൂടി പക്കയായിട്ട് വർക്ക് ചെയ്യുന്നൊരു ചാർട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ അനാലിസിസൊക്കെ ഈ നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടിൽ ചെയ്തിട്ട് ഇൻഡെക്സ് ചാർട്ടിൽ നോക്കി സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ 100 പോയിൻറ്റ് ഇൻ ദ മണി സെലക്ട് ചെയ്ത് ബൈ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഫ്യൂച്ചർ ചാർട്ട് കൂടി നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ ഇതിനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. അപ്പോൾ നിഫ്റ്റിയിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകളായാലും അതുപോലെ തന്നെ സ്റ്റോക്സിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകളായാലും ഈ DK എഫക്റ്റിനെ കുറിച്ച് അറിഞ്ഞ് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും